മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത്. വേറെ ആരും കളിച്ചിട്ടില്ല. ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു റഹ്മാൻ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു പഴയ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞില്ല. ഈ ആരോഗ്യത്തെ ലോക സംശയം നിൽക്കുക, പിന്നീട് ആദ്യം പ്രഖ്യാപിക്കുക, ചില ഉപകരണം കാണാനുണ്ടെന്ന് പറയുക, ഒടുവിൽ മന്ത്രി അവരോട് എല്ലാം മാപ്പ് പറഞ്ഞാൽ എന്താണ് നടക്കുന്നത്? ആരോഗ്യമന്ത്രിക്ക് തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. ഒരു ഡോക്ടർ സത്യം പറഞ്ഞതിന്റെ പേരിൽ അയാളെ കൂശിലേറ്റുകയാണ് ചെയ്തത്. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് ഒരു ഡോക്ടർ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇനി എന്തെല്ലാമാണ് ഇവർ ചെയ്തത്? ഇതുപോലെ ഹരാസ് ചെയ്യാൻ പാടുണ്ടോ? ഇതുപോലെ ഡോക്ടറെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ എല്ലാ കുറ്റങ്ങൾ കള്ളങ്ങളും പറഞ്ഞ് അവസാനം മാപ്പ് ചോദിച്ച് തടിയൂരാൻ ആരോഗ്യമന്ത്രി ശ്രമിക്കേണ്ട. ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിനെ ഒരു കുളമാക്കിയിരിക്കുകയാണ്. ഈ വകുപ്പ് കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത നിലയിലേക്ക് മാറി. സാധാരണക്കാരും പാവങ്ങളുമായ ജനങ്ങളാണ് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നത്. ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? ഇത് സിസ്റ്റത്തിന്റെ തകരാറല്ല, മന്ത്രിയുടെ തകരാറാണ്. സംശയം വേണ്ട. സിസ്റ്റത്തെ കുറ്റപ്പെടുത്തേണ്ട, മന്ത്രിയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഇത് മന്ത്രി ഇതിനെ നന്നാക്കാൻ കഴിഞ്ഞ 5 വർഷമായി കഴിഞ്ഞിട്ടില്ലല്ലോ. മന്ത്രിക്ക് 10 വർഷമായി ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകള്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് എല്ലാം വലിയ തോതിലുള്ള കെടുകാര്യസ്ഥതയുടെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? സാധാരണക്കാരന് എവിടെ പോകണം? ആശുപത്രിയിൽ പോയാൽ പാരസെറ്റമോൾ പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇതുപോലൊരവസ്ഥ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ട് മന്ത്രി ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുക. ഹാരിസ് എന്ന് പറയുന്ന ആ ഡോക്ടറെ, ന്യൂറോളജി ഡോക്ടറെ ഇതുപോലെ വേട്ടയാടാനുണ്ടോ? എന്താണ് അയാൾ ചെയ്ത തെറ്റ്? അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ വിശ്വാസിയാണ്. ആ ഡോക്ടർ ഹാരിസിനെ വേട്ടയാടി അയാൾക്ക് ഞാൻ കണ്ടു കഴിഞ്ഞ ഡോക്ടർ വരുന്നത് സ്കൂട്ടറിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് വരികയാണ്. അത്രമാത്രം തന്റെ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സാധാരണക്കാരനായ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെയാണ് ഇത്രയും ദിവസമായി ഇവർ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഹരാസ്മെന്റ് അവസാനിപ്പിക്കണം. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ മന്ത്രി ഒളിച്ചോടണ്ട. മന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും സ്ഥിതി അതീവ ദയനീയമാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമാണ്. ഈ മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് രാവിലെ പുറത്തു വന്ന വാർത്ത ഈ അർജന്റീന ഒഫീഷ്യൽസ് പറയുന്നത് മന്ത്രിയാണ് കരാറിലംഘനം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പൊ ആ ആശയക്കുഴപ്പമുണ്ട്. മെസ്സിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. മെസ്സിക്ക് പകരം റഹ്മാൻ കളിക്കുന്നതാണ് നല്ലത്. വേറെ ആരും കളിച്ചിട്ടില്ല. ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഒരു റഹ്മാൻ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു പഴയ സുഹൃത്തായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുറച്ച് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. റിപ്പോർട്ട് സംഘം അവിടെ എത്തുകയും ആ വിഷയത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ എന്താണ് അതിന്റെ ഒരു സംസ്ഥാനത്ത് ചുമതലയുണ്ടായ വ്യക്തി? മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭത്തിൽ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയതാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിന് 16 സീറ്റ്, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 20 സീറ്റ്, ശരത് പവാറിന്റെ പാർട്ടിക്ക് 7 സീറ്റ്. 3 മാസം മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 48-ൽ 32 സീറ്റ് ജയിച്ചത് ഞങ്ങളാണ്. അവിടെയാണ് 3 മാസത്തിനുള്ളിൽ ഈ മറിമായം ഉണ്ടായത്. അപ്പോൾ വലിയ ഫ്രോഡാണ് നടന്നത്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി എന്നല്ല, ഫ്രോഡാണ് നടന്നത്. അവിടുത്തെ വിജയം ഇവർ മോഷ്ടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എല്ലാ തെളിവുകളും ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു, എല്ലാ സ്ഥലങ്ങളിലെയും ഡീറ്റെയിൽസ് കൊടുത്തു. എന്നിട്ട് ഒരു നടപടിയില്ല. ഒരു ഡിജിറ്റൽ വോട്ടർ പട്ടിക ഞങ്ങൾക്ക് തരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം തെളിവുകൾ ശേഖരിച്ചു ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ഒരു നടപടിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ രക്ഷിക്കാനാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ത്യയിൽ ഇല്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്? ആളുകളുടെ സംശയം ഇതാണ്, എന്തിനാണ് മത്സരിക്കണം? ബാംഗ്ലൂരിൽ സിറ്റിയിലുള്ള ദേവപുര എന്ന് പറയുന്ന ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകൾ കള്ളവോട്ടുകൾ ചെയ്തിരിക്കുന്നു. ഇതാണ് കാണുന്നത്.
കേരളത്തിലും ഇതുപോലെ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നതാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാത്തത്. ഇത് വോട്ടർ പട്ടിക ഇനിയും വോട്ടർമാരെ ആധാറുമായി ലിങ്ക് ചെയ്യാതെ ഈ കള്ള വോട്ടർമാരെ കണ്ടെത്താൻ കഴിയത്തില്ല. ഏറ്റവും ആവശ്യം അതാണ്. ആധാറുമായി വോട്ടർമാരെ ലിങ്ക് ചെയ്യുക. അത്തരത്തിലൊരു വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ നിഷ്പക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയുള്ളൂ. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ എത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. BJP എത്ര ശ്രമിച്ചാലും ഈ ജനങ്ങളുടെ ഇടയിലുള്ള ഈ സംശയം മാറ്റാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം.